മൺസൂൺ ബമ്പർ ഇത്തവണ കണ്ണൂരിന്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ശ്രീകാവേരി ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റാണ് സമ്മാനാർഹമായത്. ലോട്ടറി തൊഴിലാളി കൽക്കത്ത സ്വദേശി പോപ്പി ഖാൻ തോട്ടടയിൽ വിറ്റ ടിക്കറ്റും ഭാഗ്യവാനും ഇപ്പോഴും കാണാമറയത്താണ്. ഭാഗ്യം കൈമാറിയ പോപ്പി ഖാന്റെ മുഖത്ത് 10 കോടിയുടെ തിളക്കം. പുറത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കണ്ണൂരിലെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത്. അകത്താണെങ്കിൽ മൺസൂൺ ബമ്പർ അടിച്ചതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്താണ് മനോട്ട് പറയുള്ളത്? വളരെ സന്തോഷം, അതിലപ്പുറം ഒന്നും പറയാനില്ല. ഇത് തോട്ടട വിൽപ്പന ചെയ്തത്. തോട്ടട ഇത് നമ്മുടെ പോപ്പിക്കാൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി വിൽപ്പന ചെയ്തത്. ഇവിടുന്ന് 2 ദിവസം, ഒരു 12 ദിവസം മുന്നേ കൊണ്ടുപോയ ടിക്കറ്റ്. ഇത് ആർക്കാ പ്രൈസ് എന്ന് ഇതുവരെ അറിയില്ല, ഇന്നൊക്കെ അറിയായിരിക്കും. ഇപ്പം റിസൾട്ട് വന്നല്ലേ ഉള്ളൂ. ഏതായാലും നമ്മൾ കണ്ണൂർ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സമ്മാനം അടിച്ചുകൊണ്ടിരുന്ന ജില്ലയായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾക്ക് ബമ്പറായിട്ട് അടിച്ചത് 12 കോടി, 10 കോടി, 20 കോടി 3 എണ്ണം മുന്നേ അടിച്ചിരുന്നു. പിന്നെ ഒരു 4 കോടി അടിച്ചിരുന്നു, 5 കോടി അടിച്ചിരുന്നു, പിന്നെ ഒരു 10 കോടി. അതെ, അതുകൊണ്ടാണ് മറ്റുള്ള ജില്ലേൻ്റെ ടിക്കറ്റ് ആൾക്കാർ ആവശ്യപ്പെടുന്നത്. എറണാകുളം ടിക്കറ്റ് ഉണ്ടോ, പാലക്കാട് ടിക്കറ്റ് ഉണ്ടോ, തൃശ്ശൂർ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ കൊണ്ടുപോകും. ഇത് എറണാകുളം ടിക്കറ്റാണ്, ഇന്ന് ടിക്കറ്റാണ്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിനകണക്കായി ജനങ്ങളൊപ്പം നിൽക്കും. ഇതിപ്പോൾ നമുക്കൊരു സന്തോഷം അധികമുണ്ട്. കാരണം ഒരു അന്യദേശ തൊഴിലാളി അത് ഏജന്റായി വന്നു എന്നുള്ളത്. നിങ്ങൾ എങ്ങനെ ലോട്ടറി ഏജന്റായി മാറിയത്? ഞാൻ അത് ഹോട്ടൽ പണിക്കാരായിരുന്നു. ഹോട്ടൽ പണി. അപ്പോൾ ഈ നാട്ടിൽ പോകുമ്പോൾ ഞാൻ കൽക്കത്തക്കാരാണ്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഒരു കൊല്ലത്തേക്ക് ഒരു ദിവസം പോകും. അപ്പോൾ ഒരു ദിവസം പോയാൽ ഈ 2 മാസം 3 മാസം ആവും. അപ്പോൾ വരുമ്പോഴേക്ക് വരാൽ അതിൽ കയറും. അപ്പോൾ നമുക്ക് പണിയില്ലാമ്പോൾ ഈ ചെറിയ ലോട്ടറി കച്ചവടം തുടങ്ങിയതാണ്. ഞാൻ വന്നിട്ട് ഇവിടെ കേരളത്തിൽ വന്നിട്ട് 20 കൊല്ലമായി. പക്ഷേ ലോട്ടറി പീടിക തുടങ്ങിയിട്ടാണ് 3 കൊല്ലമായി. ചെറുതായിട്ടൊക്കെ സമ്മാനം അടിച്ചു. ചെറുതായിട്ട് 1 ലക്ഷം വരെ എത്തിയതാ. 60,000, പിന്നെ 1 ലക്ഷം വരെ എത്തി. ഇത് ശരിക്കും ഓർത്ത് നോക്കി ആർക്കാ വിറ്റെന്ന്? ഇത് ശരിക്കൊന്നും പറയാൻ കഴിയില്ല. 12 ദിവസം മുമ്പേ വിട്ടാണ് ടിക്കറ്റ്. അപ്പോൾ ഈ നമ്മളെ ചെറിയ കച്ചവടക്കാരായതുകൊണ്ട് 2 ബുക്കെല്ലാം കൊണ്ടുപോകും, ഇങ്ങനെ തൂക്കി വെക്കും, താഴെ വെക്കും. അപ്പോൾ ആരെ എടുത്തിട്ട് പോയാൽ അത് ഇതുവരെ അറിയില്ല. ഇതിപ്പം ആളെ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ റിയലിന് ഈ ഇറങ്ങുന്ന എത്ര ഇപ്പോൾ വരും. ഏതായാലും അറിഞ്ഞു കാണും അയാളല്ലേ? അപ്പോൾ ഏതായാലും ഇവർ പറയുന്ന കാര്യത്തിൽ നിന്ന് ഒരു കാര്യമുള്ളത്, അത് ഈ തോട്ടട പരിസരത്തുള്ള ആൾ തന്നെയായിരിക്കും എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് വിൽപ്പന നടത്തുന്ന ഒരാളല്ല, പ്രത്യേകിച്ച് അന്യദേശ തൊഴിലാളി കൂടിയായ ഈ ഏജന്റ്. അതുകൊണ്ട് തോട്ടട ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ബാങ്കിൻ്റെ അവധിയും അല്ലെങ്കിൽ വരുമ്പോഴേക്കും തിങ്കളാഴ്ച ആകുമ്പോഴേക്കും ആളെ കിട്ടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും കണ്ണൂരിൽ കുറച്ചു കാലമായി ലോട്ടറി ബമ്പർ സമ്മാനങ്ങളൊന്നും അടിക്കാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമമാണിപ്പോൾ മാറുന്നത്.